ജനുവരി പോയടാ, ഫെബ്രുവരി ആയി. ഇനി ഫെബ്രുവരി മന്തിൽ പൂജ സെറ്റപ്പ് സെറ്റാക്കണ്ടേ? എന്ത് വേണമെന്ന് ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ ഫെബ്രുവരി ആണല്ലോ, വാലൻറ്റൈൻസ് ഡേ അല്ലേ. അപ്പോൾ ലവ് തീമിൽ തന്നെ ജേർണൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇൻട്രസ്റ്റിൽ കയറി കുറേ ഇൻസ്പോയൊക്കെ തപ്പിയെങ്കിലും കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ എൻ്റെ ഐഡിയയും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മളൊരു സംഭവം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബുള്ളറ്റ് ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3 വർഷമായിട്ടുണ്ടാവും. ഈ ബുള്ളറ്റ് ജേർണലിങ് എന്താണെന്നറിയാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും. സത്യത്തിൽ ഈ ബുള്ളറ്റ് ജേർണൽ ഇത്ര ആർട്ടിസ്റ്റിക് ആക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഇഷ്ടത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുന്നത്. ഈ ബുള്ളറ്റ് ജേർണൽ സത്യത്തിൽ നമ്മുടെ ഡേയ്സ് എല്ലാം ഒരു ഓർഗനൈസ്ഡ് ആക്കാനും സിസ്റ്റമാറ്റിക് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ടു ഡു ലിസ്റ്റും പിന്നെ ഓരോ ഇവൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാബിറ്റ്, അതുപോലെ തന്നെ മൂഡ്സ്, ഇതെല്ലാം ട്രാക്ക് ചെയ്യാനും പറ്റും. അതുപോരാഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെമ്മറീസ് മാർക്ക് ചെയ്യാനും ബ്രെയിൻ ഡംപ് ചെയ്യാനും നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് യൂസ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ബൂജോ യൂസ്ഫുള്ളാണ്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായെങ്കിലും ഇത് എൻ്റെ ലൈഫിൽ കുറേ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ബൂജോ ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളെ പ്ലാൻ ചെയ്യാനും ഓരോ ഡേയ്സ് പ്ലാൻ ചെയ്യാനും എല്ലാം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഫസ്റ്റ് പെൻസിലും കൊണ്ടെല്ലാം ഔട്ട്ലൈൻ കൊടുത്തായിരുന്നു. പിന്നെ അത് കളർ ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നത് ഓംസിൻ്റെ പെൻസാണ്, ബ്രഷ് പെൻസാണ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ജേർണൽ വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിലും ഒരു പെന്നും കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കുറേ ഇൻസ്പോസ് നമുക്ക് കിട്ടുകയും ചെയ്യും, കുറേ തീംസ് കിട്ടുകയും ചെയ്യും. സത്യത്തിൽ ഈ പൂജ എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി കീപ്പിംഗ് പോലെയാണ്. അതായത് നമ്മുടെ ഡേയ്സ് മാർക്ക് ചെയ്യുന്നു, സ്പെഷ്യൽ ഇവൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു, സ്പെഷ്യൽ ഒക്കേഷൻസ് എന്താണെന്ന് എഴുതുന്നു. അത് സംഭവം നമ്മൾ ഒരു മെമ്മറി പോലെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ ഇന്ന ഡേയ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ള ആ ഒരു തിരിച്ചറിവും കൂടെ അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തൽ പോലെയാണ്. സത്യത്തിൽ പണ്ട് നമ്മൾ ഡയറി എഴുതിയിരുന്നല്ലോ, അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വേർഷനാണ് പൂജോ എന്ന് പറയുന്നത്. ഓരോ മന്തിൽ ഓരോരോ തീമുകൾ കണ്ടുപിടിച്ച് അതിന് ആപ്റ്റായിട്ടുള്ള മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഞാനിതിനകത്തൊരു കലണ്ടറും പിന്നെ അതുപോലെ തന്നെ കവർ പേജാണ് യൂസ് ചെയ്തേക്കുന്നത്. കലണ്ടറിൽ നമുക്ക് ഇവൻറ്റ്സ് അതുപോലെ തന്നെ മിസ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ താഴെ ഒരു നോട്ടുമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കവർ പേജ് നമുക്കൊരു ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും കോട്ട്സ് എഴുതണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പേജിലായിട്ട് ഹെൽത്ത് ട്രാക്കറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഡെയിലി ആണ് വരുന്നതോ ഏതൊക്കെ ഡേയ്സിലാണ് വരുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പീരിയഡ്സും ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഹെൽത്ത് ട്രാക്കർ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോളംസും റോസും വരയ്ക്കണം, പിന്നെ ഡേറ്റ്സ് മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ പീരിയഡ്സ് ആണെങ്കിൽ അത് നമ്മൾ മുകളിൽ എഴുതി കൊടുക്കണം. ഇപ്പോൾ ആ ഒരു സിംറ്റം ആ ഒരു ഡേ വരുന്നുണ്ടെങ്കിൽ നമ്മളത് കളർ വെച്ച് ആ ഡേയിൽ ആ ഒരു കോളത്തിനകത്ത് മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ഹെൽത്ത് ട്രാക്കർ നമ്മൾ ട്രാക്ക് ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ ഡെയിലി നമ്മളിത് ചെയ്യണം. ഇത് ശരിക്കും നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ കണ്ടീഷൻസ് എങ്ങനെയാണെന്നും അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൺവേ ചെയ്യാനും ഫുള്ളായിട്ടുള്ളൊരു ട്രാക്കറാണ്. പിന്നെ നമ്മൾ അടുത്ത പേജിൽ ചെയ്തേക്കുന്ന മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കറിൽ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ 5 മൂഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5 കളേഴ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ ഡേയ്സിലാണ് ആ മൂഡ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കളറ് ആ ഡേയ്സിൽ മാർക്കാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ മൂഡ് ട്രാക്കർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ആങ്സൈറ്റി അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കറക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യണം, എന്നാലും നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൺസിസ്റ്റൻസി പൂജയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.
ഇതിനകത്ത് വേറെ കുറേ പേജസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റഡി ആണെങ്കിൽ നമുക്ക് സ്റ്റഡിയുടെ പ്ലാനിങ് ചെയ്യാം. അതുപോലെ ഹാബിറ്റ്സ് എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാം. ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത പേജിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മെമ്മറിയാണ്. അതായത് ഇത് ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ ഇയർ തൊട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതായത് ആ ഒരു മന്തിലുള്ള നമ്മുടെ മെമ്മറീസ് ഫോട്ടോസാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു റൈറ്റപ്പാണ് ഞാൻ എഴുതുന്നത്. ശരിക്കും അതൊരു മെമ്മറി ജേർണലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോഴായാലും നമ്മുടെ പഴയ ഫോട്ടോസ് ആയാലും അതിനെക്കുറിച്ച് നമ്മൾ എഴുതിയ റൈറ്റപ്സ് ആയാലും ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണെങ്കിൽ ആ ഡേയിനെക്കുറിച്ച് നമുക്ക് എഴുതി വെക്കാമല്ലോ. അതുപോലെ ആ ഡേ ഏതാണെന്നും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അത് ഒരു നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം കൂടെ ഇതിനകത്ത് വരുമല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ വീക്ക്ലി എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ വീക്കിൽ നടക്കുന്ന സ്പെഷ്യൽ ഇവൻറ്റ്സ്, അതുപോലെ ഡെയിലി വേണമെങ്കിൽ നമുക്ക് ജേർണലിങ് ചെയ്യാം. ഡെയിലി ഡൂഡിൽസ് വേണമെങ്കിൽ ചെയ്യാം. ഏതെങ്കിലും ഒരു മെയിനായിട്ടുള്ള ഒരു ഇവൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു തിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഡേ മാർക്ക് ചെയ്ത് ആ ഒരു ഡൂഡിലിങ് ചെയ്യാം. അങ്ങനെ പല വേ ഓഫ് സംഭവമുണ്ട് ഇതിനകത്ത്. നമുക്ക് കൺവെൻഷനലി ഇന്ന മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. നമ്മുടെ ഫ്രീഡം, നമ്മുടെ ഇഷ്ടം പോലെയാണ് നമുക്ക് ബൂജോ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സംഭവം സെറ്റായിട്ടുണ്ട്.